മറയത്താൻ വീണൊരു നാണയം കൈത്തിരിയാളവൾ തേടിയില്ലേ കാണാമറയത്താൻ പറയുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഏവരെയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വചനത്തിലൂടെ കർത്താവ് പറയുന്നു, നേരായ മാർഗം കണ്ടെത്തി അതിൽ സഞ്ചരിക്കുക എന്ന്. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. മത്തായി 14-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. അതേ സഹോദരങ്ങളെ, യേശുവിലൂടെ അല്ലാതെ നമുക്ക് രക്ഷയ്ക്ക് വേറെ ഒരു മാർഗമില്ല. യേശുവിനെ അറിയുവാൻ ഒരേ ഒരു മാർഗം വചനം തന്നെയാണ്. ജോഷുവ 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. സ്നേഹമുള്ളവരെ, വചനം നാം ധ്യാനിക്കണം. ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും വചനം വായിച്ച് ധ്യാനിക്കണം. നാം ഈശോയുമായി സംഭാഷണം നടത്തുന്ന സമയമാണ് വചന വായനയും ധ്യാനവും. ഈ ദിവസങ്ങളിൽ വചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകാം. ഏറെ വചനധിഷ്ഠിതമായി മുന്നേറുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുക. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക. ആഴത്തിൽ വചനം ഗ്രഹിക്കുവാൻ വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥം തേടുക. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. വചനത്തിന്റെ ശക്തി തിരിച്ചറിയണം. യേശു പ്രലോഭനങ്ങളെ ദൂരെ അകറ്റിയതെല്ലാം വചനത്തിന്റെ ശക്തിയിലാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, രോഗികളായവർ, വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ, ജോലിക്ക് തടസ്സം നേരിടുന്നവർ, ഏവരെയും നമുക്ക് ഓർക്കാം. വിദേശത്ത് ജോലി തടസ്സം നേരിടുന്നവരെ ഓർക്കാം. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ചാനലിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. അവരുടെ ആവശ്യങ്ങളിലേക്ക് കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും
വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും സഭയിൽ ഐക്യവും വിശുദ്ധിയും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ.